അലൈക്കും. അന്ത്യദിനത്തിൽ വൃദ്ധനായ വ്യഭിചാരി, കള്ളം പറയുന്ന രാജാവ്, അഹങ്കാരിയായ ദരിദ്രൻ എന്നീ 3 ആളുകളോട് അള്ളാഹു സംസാരിക്കുകയോ അവരെ ശുദ്ധിയാക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുകയില്ല. മാത്രമല്ല വേദനാജനകമായ ശിക്ഷയും അവർക്കുണ്ട്. ഈ മഹത്വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗസിലേക്ക്. നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പാരിഷ. പാരിഷ എവിടുന്ന് വിളിക്കുന്നു? പൂക്കോട്ടുംപാടം. എന്താ ചെയ്യുന്നേ? പഠിക്കാണോ? എത്രാം ക്ലാസ്സിലാ? ഇനി 9ക്കാണ്. പൂക്കോട്ടുംപാടം സ്കൂളിലാണോ പഠിക്കണേ? അപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ? എന്താ പരിപാടി? വിരുന്നൊന്നും പോയില്ല? നാളെ എന്തുണ്ട്? അങ്ങനെ നോമ്പുതറ കഴിഞ്ഞിട്ട് പോണെന്ന്. ഉമ്മാന്റെ വീട്ടിലേക്കാ വിരുന്നോണേ? എന്താ പെരുന്നാക്ക് ഡ്രസ്സൊക്കെ എടുത്തോ? ഡ്രസ്സൊക്കെ എടുത്തോ? വീട്ടിൽ ആരൊക്കെയാ ഉള്ള മോളെ? വീട്ടിലമ്മണ്ട്, അനിയത്തിയുണ്ട്, കാക്കുണ്ട്, ഉപ്പച്ചിയുണ്ട്. അനിയത്തിണ്ട്, കാക്കുണ്ട്, ഉമ്മച്ചിയുണ്ട്, ഉപ്പച്ചിയുണ്ട്. കാക്കുണ്ട്, ഉമ്മച്ചിണ്ട്, ഉപ്പച്ചിണ്ട്. എന്താ ഉപ്പച്ചി ചെയ്യണേ? ഉപ്പച്ചി എന്താ ചെയ്യണേ? വർക്ക്? ഉപ്പച്ചി ഫർണിച്ചർ വർക്കാണ്. ഫർണിച്ചർ വർക്ക്. അനിയത്തി? അനിയത്തി പഠിക്കാണ്. എത്രാം ക്ലാസ്സിലാ? 5ല്. കാക്കുവോ? +1 കഴിഞ്ഞു. ഉമ്മച്ചി എന്തെങ്കിലും വർക്ക് ചെയ്യണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. ഉമ്മ ഉണ്ടോ അടുത്ത് ഉത്തരൊക്കെ പറഞ്ഞുതരാൻ? ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: അസ്ഹാബുൽ ഐക്ക ഏതു പ്രവാചകന്റെ ജനതയാണ്? അതെ. ഓപ്ഷൻസ് ഉണ്ട്. ഷുഹൈബ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഷുഹൈബ് നബി അലൈഹിസ്സലാം ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആരാ ഉത്തരം പറഞ്ഞത്? ഉമ്മയാണോ? രണ്ടുപേരും. അപ്പൊ ഞാൻ അടുത്ത റൗണ്ടിലേക്ക് പോട്ടെ? അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. അപ്പൊ നമുക്ക് 3 ചോയ്സസ് ഉണ്ട്. നബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടേ? ഖുർആൻ. ഖുർആനിൽ പരിശുദ്ധ മക്കയെ ബക്ക എന്ന പേരിൽ വിശേഷിപ്പിക്കുന്ന സൂറത്ത് ഏത്? എത്രാം ആയത്ത്? ഓപ്ഷൻസ് ഉണ്ട്. സൂറത്തുകൾ ബക്കറ, അഹ്കാഫ്, ആലിമ്രാൻ. ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് ആയത്തുകളുടെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഏതാണ്? ബക്കറയാണോ പറഞ്ഞേ? ബക്കറ, അഹ്കാഫ്, ആലിമ്രാൻ. ബക്കറ. ഇനി ആയത്തുകള് 56, 36, 96. ആയത്ത് 56, 36, 96. 56, 36, 96. ഏതാ ഉത്തരം പറയണേ? ക്ലിയർ ആവണില്ല. ഓപ്ഷൻസ് 56, 36, 96. 96. ആയത്ത് 96 എന്നുള്ള ഉത്തരം ശരിയാണ്. പക്ഷെ സൂറത്ത് തെറ്റിപ്പോയി. സൂറത്ത് ബക്കറ അല്ല, സൂറത്ത് ആലിമ്രാൻ ആയിരുന്നു ശരിയായ ഉത്തരം. നമുക്ക് 2 ഉത്തരം കൂടി ശരിയായാലുള്ളൂ
ഈ റൗണ്ട് കടക്കാൻ ഈ റൗണ്ട് കടക്കുള്ളൂ. അപ്പോൾ ഒരു ഉത്തരം തെറ്റിപ്പോയോണ്ട് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇനി വിളിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? കേട്ടില്ല മോളെ, ഒന്നുകൂടെ. അസ്മിൽ മോനാണ്. അപ്പോ അസ്മിൽ ടി. അസ്മിൽ എവിടുന്നാ വിളിക്കുന്നേ? പുൽവട്ട. മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 4ക്കാണ്. ഇനി ഇപ്പൊ 3ലാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞു, വെക്കേഷൻ ആയി. എവിടെ, ഉമ്മാന്റെ വീട്ടിലാണോ? വിരുന്നിലാ? വീട്ടിൽ തന്നെയാണ്. എത്ര നോമ്പെടുത്തു മോനെ? 5 നോമ്പെടുത്തോ? നല്ല കുട്ടിയാണല്ലോ. മദ്രസയിൽ എത്രാം ക്ലാസ്സിലാ? 4. ഇനി 4ക്കാ. മോനെ ആരൊക്കെ ഉള്ളേ? ഇത്താത്തമാരുണ്ടോ, ഇക്കാക്കമാരുണ്ടോ? ആരൊക്കെയാ വീട്ടിലുള്ളേ? ഇത്താത്ത ഉണ്ട്, അമ്മായി ഉണ്ട് അല്ലേ? ഉമ്മയൊക്കെ ഉണ്ടോ അടുത്ത്? ഉണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ കൂടി ഇരിക്കുകയാണോ? മോനും ഇങ്ങനെ സംസാരിക്കുകയാണ്, ഞാൻ ചോദ്യം ചോദിക്കും, എല്ലാരും ഉത്തരം പറഞ്ഞുതരും, അങ്ങനെയാ? അടുത്ത താത്തന്നെ ഉള്ളൂ. താത്താന്റെ പേരെന്താ? ഹലോ, ഐഫ താത്ത എന്താ ചെയ്യണേ? പഠിക്കുക? എത്രാം ക്ലാസ്സിലാ? 9ാം ക്ലാസ് പഠിക്കുക അല്ലേ? ആണോ മോനെ? ഐഫ താത്താന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നാ, ഞാൻ താത്താനോട് ചോദിക്കട്ടെ. ഹലോ. മോളെ, ഞാനേ ഇയാളോട് ചോദ്യം ചോദിക്കാട്ടോ. ഓനും കൂടി കൂട്ടിയിട്ട് ഉത്തരം പറഞ്ഞോ, അവന് സങ്കടാവണ്ട. പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആവുന്നില്ല, പറയുന്ന ഇങ്ങനെ റിപ്പീറ്റേഷൻ ഒക്കെ വരും, അതുകൊണ്ടാട്ടോ. അപ്പൊ ചോദ്യം ഇതാണ്: അള്ളാഹുവിന്റെ ഒട്ടകം ഇറക്കപ്പെട്ടത് ഏത് സമുദായത്തിലാണ്? അള്ളാഹുവിന്റെ ഒട്ടകം ഇറക്കപ്പെട്ടത് ഏത് സമുദായത്തിലാണ്? അതെ. ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. ആദ്, സമൂദ്. അതെ. സമൂദാണോ? സമൂദ് ഗോത്രം ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. നബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ഖുർആൻ, ഇത് 3ആണ് ഉള്ളത്. ഇതിൽ ഏതാ വേണ്ടേ? നബി ചരിത്രം. ഹലോ, ചോദിച്ചോട്ടെ? നബി ചരിത്രത്തിലെ ആദ്യ ചോദ്യം ഇതാണ്: ഉംറ നിർവഹിക്കാൻ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്നും പുറപ്പെട്ട ഹിജ്റ വർഷം ഏതാണ്? ഉംറ നിർവഹിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി മദീനയിൽ നിന്നും പുറപ്പെട്ട ഹിജ്റ വർഷം ഏത്? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ 5, 6, 7. 5, 6, 7. അതെ. 5, 6, 7. മോളെ, പെട്ടെന്ന് ഉത്തരം പറയോ? എങ്ങനെ? ഉംറ നിർവഹിക്കാൻ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്നും പുറപ്പെട്ട ഹിജ്റ വർഷം ആദ്യം പോയത്? അതെ. ഹിജ്റ 6 ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻ. ലൈബ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത റൗണ്ടിലേക്ക് പോട്ടെ. യഅജൂജ് മഅജൂജ് വിഭാഗം
ഒരു പ്രവാചകപുത്രന്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ്. പ്രവാചകനാര്, പുത്രനാര്? പ്രവാചകനാര്, പുത്രനാര്? അതെ. പ്രവാചകനും പുത്രനും പറയണം അല്ലേ? അതെ, പ്രവാചകൻ ആരാന്നും പറയണം, പുത്രൻ ആരാന്നും പറയണം. രണ്ടുത്തരം. ഇതിന് ചോയ്സ് ഇല്ലല്ലോ? ഇല്ല, ഇതിന് ചോയ്സ് ക്ലൂ ഒന്നുമില്ല. മൂന്നാമത്തെ റൗണ്ട് അല്ലേ? നൂഹ് നബിന്റെ ആണോ? പ്രവാചകൻ നൂഹ് നബി. പുത്രൻ ആരാന്നാ പറയണേ? യാബിദാണോ? ആരാണ്? യാബിദ്. 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 ആ, യാബിദ് അല്ല മോളെ, ഉത്തരം തെറ്റിപ്പോയി. യാഫിസ് എന്നായിരുന്നു. യാഫിത്ത്. അതെ, പുത്രൻ യാഫിസും പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമും ആയിരുന്നു. പുത്രൻ തെറ്റിപ്പോയോണ്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല. എങ്കിലും ഹാപ്പി അല്ലേ? ഒരു പ്രൈസ് അടിച്ചില്ലേ? ഇനിയും വിളിക്കണം കേട്ടോ. മോനോട് പറയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ: നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിലൊതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹൈഫ. ഹൈഫ മോളെ എവിടുന്നാ വിളിക്കുന്നേ? ഉള്ളാട്. ഹൈഫ മോളെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 5ലാണ്. സ്കൂളൊക്കെ അടച്ചു, വെക്കേഷൻ ഒക്കെ അല്ലേ? വെക്കേഷൻ ക്ലാസ്സിന് പോവുണ്ടോ? വിരുന്ന് പോവുണ്ടോ? എന്താ പരിപാടി? എന്താ വിരുന്ന് പോണ്ടേ? എങ്ങട്ടാ പോണേ? ഉമ്മാൻ്റെ കൂടി എവിടെ? സ്ലാമ്പിക്കല്ല. ആരൊക്കെ ഉള്ള മോളെ? വീട്ടിൽ ആരൊക്കെ ഉള്ള? ഇത്താത്തമാരുണ്ടോ? കാക്കമാരുണ്ടോ? ആരൊക്കെ ഉള്ള മോക്ക്? താത്തയുണ്ട്, കാക്കയുണ്ട്. താത്ത എന്താ ചെയ്യണേ? പഠിക്കാണ്. എത്രാം ക്ലാസ്സിലാ? 8 കഴിഞ്ഞു. കാക്കയോ? +1 കഴിഞ്ഞു. എല്ലാവരും ഒരു സ്കൂളിലാണോ പഠിക്കണേ? അല്ല. മോളെ ഏത് സ്കൂളിലാ? പള്ളി സ്കൂളില്. അങ്ങനെ. എന്താ ഉമ്മാന്റെ പേരെന്താ? ഉമ്മാന്റെ പേരെന്താ? കേട്ടില്ല മോളെ. ഷഹർബാൻ. ഉമ്മ ഉണ്ടോ? അടുത്തുണ്ടോ? മോളെ സഹായിക്കാൻ അടുത്ത് നിക്കണ്ടോ? അപ്പൊ ഉമ്മയും താത്തയോ? താത്തയുണ്ട്. എല്ലാരും ഉണ്ട്. ഇനിയിപ്പോ ഞാൻ ചോദ്യം ചോദിച്ചാ മതി അല്ലേ? ഞാൻ ചോദിക്കട്ടെ എന്നാ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ജൂതന്മാരുടെ ഭാഷ പഠിച്ച ഹിജ്റ വർഷം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഹിജ്റ 4, 3, 5. ഏതാണ്? ഹിജ്റ 3 തെറ്റിപ്പോയി മോളെ. ഹിജ്റ 4 ശരിയായ ഉത്തരം. സാരല്ല കേട്ടോ, ഇനി വിളിക്കണം. അപ്പൊ ഉമ്മാന്റെ വീട്ടിലേക്ക് പോയിട്ട് വെക്കേഷനൊക്കെ അടിപൊളിയാക്കുക, പെരുന്നാളൊക്കെ നല്ല രീതിക്ക് കൂടാ. ശരി എന്നാ, അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹാദിയ. ഹാദിയ എവിടുന്ന് വിളിക്കുന്നു? കരിവാരകുണ്ട് പുൽവേട്ട. മോളെ എന്താ ചെയ്യുന്നേ? ഞാൻ പഠിക്കാണ്. എത്രാം ക്ലാസ്സിലാ? 7ാം ക്ലാസ്സിലാണ്. ഇപ്പൊ 7 കഴിഞ്ഞോ അതോ ഇനി 7ക്കാണോ? 6ലാണ്. ഇനി 7ലാണ്. ഇനി 7ലേക്കല്ലേ? ഏത് സ്കൂളിലാ? കരിവാരകുണ്ട് ഏത് സ്കൂളിലാ? GHS കരുവാരകുണ്ട്. മോളെ നമ്മളെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? എങ്ങനെയാ കാണുന്നത്? യൂട്യൂബിലാണോ അതോ ടിവിയിലോ? ടിവിയിൽ കാണുന്നുണ്ട്. സ്ഥിരമായിട്ട് കാണുമോ? സ്ഥിരമായിട്ട് കാണാറുണ്ടോ? എന്താ അഭിപ്രായം? നമ്മളെ പരിപാടിയെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല ഉഷാറാണ്. ഇതിനു മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? ഇവിടെ ആദ്യമായിട്ട് വിളിക്കാണ്. ആരാ കൂടെ ഉള്ള? ഉത്തരം പറഞ്ഞുതരാൻ ഉമ്മ ഉണ്ടോ? ആരുമില്ല. ഒറ്റക്കാ? മോക്ക് ആരാ? വീട്ടിലാരൊക്കെ ഉള്ളേ? താത്തമാര് കാക്കുമാരൊന്നുമില്ല? ഉമ്മച്ചിനെ വിളിച്ചു നോക്ക് വേഗം. എന്താ ഉമ്മാന്റെ പേരെന്താ? എന്താ ഒന്നുകൂടി? സുനീറ. ഇതെനിക്ക് എത്ര കുട്ടികളാ? 4 പെൺകുട്ടികളാണ്. എന്റെ വീട്ടിലും അറിയാം 4 പെൺകുട്ടികളാ. മാഷാഅല്ലാ. ഇത് എത്രാമത്തെ കുട്ടി? ഇപ്പൊ വിളിക്കുന്ന ആരാ? ചെറുതാണോ? 3ാമത്തെ ആളാണ്. ബാക്കി മക്കളൊക്കെ കല്യാണം കഴിച്ചു വിട്ടോ അതോ പഠിക്കാണോ പുറത്താണോ? വലിയ കുട്ടി കല്യാണം കഴിച്ച് പ്രഗ്നന്റ് ആണ്. രണ്ടാമത്തെ കുട്ടി നേഴ്സിംഗിന് പഠിക്കാണ്. 3ാമത്തെ കുട്ടിയാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചേ. അടിയത്തോള് 3ാം ക്ലാസ്സിലാണ്. എല്ലാരും ഉണ്ടോ? വീട്ടിലെല്ലാരും ഉണ്ടോ? അപ്പുറത്തെ റൂമിലുണ്ട്. എല്ലാരും ഉണ്ടാവുമ്പോ തുറക്കാനൊക്കെ രസാവൂല്ലേ? കൊറേ ആൾക്കാര്. എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാ. ഞങ്ങൾ എല്ലാരും ഉണ്ട്. താത്താക്കാണെങ്കിൽ 2 കുട്ടികളെ, കുഞ്ഞു കുട്ടികളുണ്ട്. ഈ 4 പെൺകുട്ടികളുടെ ഉമ്മാരെയൊക്കെ കാണുമ്പോ എനിക്ക് വളരെ നല്ല സന്തോഷാ. അതെ. നല്ല ബർക്കത്താ. അതെ. എല്ലാരും പഠിക്കല്ലേ? വലിയ താത്തയൊക്കെ പഠിച്ചിട്ടില്ലേ? ആണല്ലേ? ശരി. അങ്ങനെ നഴ്സിംഗ് പഠിക്കാണ്. മാഷാഅല്ലാ. അത് നല്ല സന്തോഷ വാർത്തയാണ്. ഈ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിക്കാതെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിയിട്ട് വിടുന്നത്. ഇത്ത ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്. ബാങ്കുവിളി ആരംഭിച്ച ഹിജ്റ വർഷം ഏത്? ഓപ്ഷൻസ് ഉണ്ട്. ഹിജ്റ വർഷം 1, 2, 3. രണ്ടാം വർഷം. കൺഗ്രാറ്റുലേഷൻ, ഉത്തരം ശരിയാണ്. ഇത്തൊക്കെ അറിയായിരുന്നോ അതോ വെറുതെ കറക്കി കുത്തിയോ?
ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ. അങ്ങനെ. ആ, എന്നാ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആ. അടുത്ത ചോദ്യം നമ്മൾ ചോയ്സ് റൗണ്ട് ആണുള്ളത്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ, ഇതിലേതാ വേണ്ടേ? നബി ചരിത്രം. നബി ചരിത്രം. ആ. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിയുടെ പരമ്പരയിൽപ്പെടുന്ന നബി പത്നി ആരാണ്? ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽപ്പെടുന്ന നബി പത്നി ആരാണ്? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹു, മൈമൂന റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ആയിഷ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ. മൈമൂന റളിയല്ലാഹു. മൈമൂന റളിയല്ലാഹു അൻഹ തെറ്റിപ്പോയിത്താ. സഫിയ റളിയല്ലാഹു അൻഹ എന്നാണ് ശരിയായ ഉത്തരം. സാരല്ല, ഇനിയും വിളിക്കാം. മക്കളോടൊക്കെ വിശേഷം പറയാ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ലൈബ വെൻഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റൈഹാനത്ത്. റൈഹാനത്ത്, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ. ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? കുറേ വട്ടം വിളിച്ചു, അപ്പൊ കിട്ടിയില്ല. ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ഉത്തരം കിട്ടിയില്ല എന്നാണോ, കോള് കിട്ടിയിട്ടില്ല എന്നോ? ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടിയിട്ടില്ല. ഇല്ല. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? സുഖം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അൽഹംദുലില്ലാ, സുഖാണ്. നോമ്പ് ഇപ്പൊ അവസാനത്തെ 10 ആയി. നോമ്പൊക്കെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ കഴിയും. എങ്ങനെ സങ്കടാണോ? ഇനിയിപ്പോ ഒരു വർഷം കഴിയണം നമുക്ക് നോമ്പ് കിട്ടാൻ. എങ്ങനെ? ആണോ? ചൂട് കാരണം അല്ലേ? അപ്പൊ പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ? എടുക്കണം അല്ലേ? ഇൻഷാല്ലാ. ഇനി പ്രൈസ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ, ഇതിൽ തന്നെ പ്രൈസ് അടിച്ചിട്ട് തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാം. ഇൻഷാല്ലാ, പ്രൈസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? അറിയണ ചോദ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിമിന്റെ മാതാവിന്റെ പേരെന്ത്? എന്തെത്താ? ഓപ്ഷൻ ഉണ്ട്. ഉമ്മു സൽമ, മാരിയത്തുൽ ഖിബ്തിയ. മാരിയത്തുൽ ഖിബ്തിയ അതാണോ പറഞ്ഞേ? മാരിയത്തുൽ ഖിബ്തിയ ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യ റൗണ്ട് കടന്നു. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. നബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ഖുർആൻ, ഇതിലേതാ വേണ്ടേ? നബി ചരിത്രം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ, മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ. എന്തിത്താ? ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ഖദീജ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ, മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ. ഏതാണ്? മൈമൂന റളിയല്ലാഹു അൻഹ തെറ്റിപ്പോയി. ശരിയായ ഉത്തരം മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹ എന്നാണ്. സാരല്ല, ഇനിയും വിളിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആതിഫ. ആതിഫ എവിടുന്നാ വിളിക്കുന്നേ? കേട്ടില്ല മോളെ, ഒന്നൂടെ. കക്കറ. കക്കറ. മോളെ എന്താ ചെയ്യുന്നേ? പഠിക്കാണോ? ആണോ? പഠിത്തൊക്കെ കഴിഞ്ഞിട്ടിരിക്കാണ്? ആണോ? ഏതായിരുന്നു ഡിഗ്രി എടുത്തേ? സോഷ്യോളജി. ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ മോള്? ഞാൻ സോഷ്യോളജി ആണെന്നൊക്കെ പറഞ്ഞ സമയത്തല്ലേ
നമ്മളൊന്നും സംസാരിച്ചിട്ടില്ലേ? ആ അങ്ങനെ. മോളെ വീട്ടിൽ ആരൊക്കെയുള്ളേ? എല്ലാരും ഉണ്ട്. ആരെ ഉത്തരം പറയാൻ അടുത്ത ആരെങ്കിലും ഉണ്ടോ? അതോ ഒറ്റക്കാണോ? ഒറ്റക്കാണ്. അങ്ങനെ. ഇന്നെന്താ തുറവി എന്തേലും ഉണ്ടോ? അതോ നോമ്പ് തുറക്കാനൊക്കെ എന്താ ഉണ്ടാക്കണേ? സമൂസ ഉണ്ടാക്കണം. ഇപ്പൊ അവസാനത്തെ 10 ആയില്ലേ? ഇനി സ്പെഷ്യൽസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കണം. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? നോമ്പ് കഴിയാനായിട്ട് സങ്കടാണോ? ആണല്ലേ? നല്ല ചൂടാണ്. ബുദ്ധിമുട്ട് തന്നെയാണല്ലേ? പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തോ? എവിടെ എല്ലാവർക്കും എടുത്തോ? വീട്ടിലെല്ലാവർക്കും എടുത്തോ? ആണോ? കുട്ടി ഉണ്ടോ? കുഞ്ഞു കുട്ടിയെ? ചെറിയ കുട്ടി? എത്രയായി? വയസ്സ് എത്രയായി? 9 മാസമായിട്ടുള്ളൂ. അങ്ങനെ. അപ്പൊ ഞാനിന്നാലേ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഈസി ക്വസ്റ്റ്യൻ ആണ് ഇത്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഞാൻ ഓപ്ഷൻസ് ഒന്നുമില്ല. അത്ര ഈസി ക്വസ്റ്റ്യനാ. ഓപ്ഷൻ ഇല്ല. ഇത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പേരെന്താണ്? ആമിന ബീബി റളിയല്ലാഹു അൻഹ. ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ അടുത്ത റൗണ്ടിലേക്ക് പോട്ടെ. ഏതാ വേണ്ടേ? നബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ഖുർആൻ? നബി ചരിത്രം. ഹെക്സൂസ് ഭരണകാലത്ത് ജീവിച്ച പ്രവാചകൻ ആരാണ്? ഹെക്സൂസ് ഭരണകാലത്ത് ജീവിച്ച പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ്: യൂനുസ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം. ക്വസ്റ്റ്യൻ ആണോ? ഹെക്സൂസ് ഭരണകാലത്ത് ജീവിച്ച പ്രവാചകൻ ആരാണ്? എങ്ങനെ? കേട്ടില്ല. ഒരു ഓപ്ഷൻ കട്ട് ചെയ്യുമെന്നോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. സിമ്പിൾ അല്ലേ? പെട്ടെന്ന് ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞു നോക്ക്. യൂനുസ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം. ഏതാണ്? ഹലോ, ഒന്ന് ഉറക്കെ പറയോ? ഏത്? സക്കരിയ നബി അലൈഹിസ്സലാം തെറ്റായ ഉത്തരാണ്. ശരിയായ ഉത്തരം യൂസുഫ് നബി അലൈഹിസ്സലാം എന്നാണ്. സാരല്ല, ഇനിയും വിളിക്കുക. ശരി, അസ്സലാമു അലൈക്കും. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാല് എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ: നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിലൊതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മിൻഹാല്. മിൻഹാല്? മിൻഹാൽ എവിടുന്നാ വിളിക്കുന്നേ? ചരക്കൽക്കുണ്ട്. കേട്ടില്ല മോനെ, ഒന്നുകൂടി.
ചെറക്കൽക്കുണ്ട്. ചെറക്കൽക്കുണ്ട്. ആ ആ, മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 3-ാം ക്ലാസ്സില്. 3-ാം ക്ലാസ്സിലാണ്. ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ, വിരുന്നൊന്നും പോയില്ല? എന്ത്? വിരുന്ന് പോയില്ലേ? വിരുന്നൊന്നും പോയില്ല? എവിടെ പോയേ? ഇമ്മാന്റെ വീട്ടിലാണ് ഇപ്പൊ. ഉമ്മാന്റെ വീട്ടിലാണ്. അവിടെ ആരൊക്കെ ഉള്ളേ? ആരൊക്കെ വന്നേ? വിരുന്ന് ആരൊക്കെ വന്നേ? ഇമ്മമ്മ ഉണ്ട്, ഇപ്പപ്പ ഉണ്ട്, താത്ത ഉണ്ട്, അമ്മായി ഉണ്ട്. അമ്മായികളൊക്കെ വന്നു അല്ലേ? പെരുന്നാളൊക്കെ അവിടെയാണോ കൂടുന്നേ? ആ, എല്ലാരും കൂടിയിട്ട് പെരുന്നാളൊക്കെ ഉമ്മാന്റെ വീട്ടിലല്ലേ? മോൻ എത്ര നോമ്പെടുത്തു? 5. 5 നോമ്പെടുത്തു. മാഷാ അല്ലാ, നല്ല കുട്ടിയാണല്ലോ. മദ്രസയിൽ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 5-ാം. 5-ാം ക്ലാസ്സില്. ഇനി 5-ാം ക്ലാസ്. ഇനി 5-ാം ക്ലാസ്സിക്ക്. വലിയ കുട്ടിയായി. അവിടെ ആരൊക്കെ ഒപ്പം കളിച്ചാൻ ആരൊക്കെ ഉള്ളേ? അമ്മായികള് കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? എങ്ങനെയുണ്ട് ചൂട്? ചൂടി വെയിലത്ത് അധികം ഒന്നും പുറത്തിറങ്ങരുത് കേട്ടോ. നല്ല ചൂടല്ലേ? ഉള്ളിലൊക്കെ ഇരുന്നിട്ട് കളിക്ക. എന്നാ ഉത്തരം പറഞ്ഞുതരാൻ ആരാ അടുത്തുള്ളേ? ആരാ മോനെ സഹായിക്കാനുള്ള? ഉമ്മ ഉണ്ടോ? ഉമ്മാന്റെ പേരെന്താ? ആബിദ. അപ്പൊ ഉമ്മാനോടൊക്കെ ചോദിച്ചിട്ട് ആലോചിച്ചിട്ട് ഉത്തരം പറയാ. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? മോനായതുകൊണ്ട് ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യനാ ചോദിക്കണേ കേട്ടോ. ഇതിന് ഓപ്ഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാ. പെട്ടെന്ന് ഉത്തരം പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്? പെട്ടെന്ന് പറയണേ. 1. ഒരു ഹജ്ജ്. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻ. ആരും ഉത്തരം പറഞ്ഞെന്ന്? ഒറ്റക്ക് ആലോചിച്ചതാ? ഉമ്മ. ആഹാ, ഉമ്മ അടിപൊളിയാണല്ലോ. ഞാൻ നല്ല അടുത്ത റൗണ്ടിക്ക് പോട്ടെ? അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടേ? നബി ചരിത്രം. ഒരു പ്രവാചകനെ കുറിച്ച് 13 തവണ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ ആരാണ്? ക്ലൂ ഇല്ല, ഓപ്ഷൻസ് തരട്ടെ? ഓപ്ഷൻസ്: ഹാറൂൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. ഹലോ, പെട്ടെന്ന് പറയോ? ക്വസ്റ്റ്യനാ പറയണ്ടേ? ഒരു പ്രവാചകനെ കുറിച്ച് 13 തവണ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഹാറൂൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. മോനെ, നമുക്ക് കുറച്ച് സമയമുള്ളൂ, പെട്ടെന്ന് പറയേ. ഒരു ഇഞ്ചും തരാൻ പറ്റൂല, പെട്ടെന്ന്. മൂന്ന് ഓപ്ഷൻസ് തന്നില്ലേ? ആ ഓപ്ഷൻസിൽ ഏതിലൊന്നും പെട്ടെന്ന് പറയേ. അതെ, 13 തവണ പരാമർശിച്ചിട്ടുണ്ട്. നമ്മളെ സമയം കഴിയാറായിട്ടോ. ഓപ്ഷൻസ്: ഹാറൂൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. എവിടുന്നാ കണ്ടുപിടിച്ചേ? ആരാ പറഞ്ഞെന്ന്? ഇമ്മ.
ആ എന്നാ അടുത്ത റൗണ്ടിലേക്ക് പോവാ. ആ 1,00,000 അതിലധികമോ വരുന്ന ജനവിഭാഗത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഇത് വ്യക്തമാക്കുന്ന ആയത്തടങ്ങിയ സൂറത്ത് ഏത്? 2 ഉത്തരങ്ങൾ പറയണം. ചോദ്യം ക്ലിയർ അല്ലേ? ആ ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല മോനെ, ഇതിൽ ഓപ്ഷൻസ് ഇല്ല. ഇത് 3ാമത്തെ റൗണ്ട് അല്ലേ, ഇതിൽ ഓപ്ഷൻസ് ഇല്ല. ക്വസ്റ്റ്യൻ ഇതാണ്: 1,00,000 അതിലധികമോ വരുന്ന ജനവിഭാഗത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ് എന്നും ഇത് വ്യക്തമാക്കുന്ന ആയത്തടങ്ങിയ സൂറത്ത് ഏതാണെന്നും. ഹലോ, ഉത്തരം പറയോ? ഈസാ നബി. സൂറത്ത് പറയണോ? ആ, സൂറത്ത് പറയണം. ഹലോ മോനെ, പെട്ടെന്ന് പറയോ, കൊറേ ടൈം തന്നില്ലേ? സൂറത്ത് സൊഫ്. മോന് പറഞ്ഞ 2 ഉത്തരം തെറ്റിപ്പോയി. പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാം ആയിരുന്നു. സൂറത്ത് അസ്സൊഫാത്ത് എന്നാണ്. മോനെ വീണ്ടും വിളിക്കാട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സെലീന. സെലീന. സെലീന തായ എവിടുന്നാ വിളിക്കുന്നേ? വാണിയമ്പലം. ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണോ, കോള് കിട്ടിയിട്ടില്ല എന്നോ? ഉത്തരം കിട്ടിയില്ല. ഇതാ എന്തൊക്കെയാ വിശേഷങ്ങള്? നോമ്പൊക്കെ എങ്ങനെ പോണു? ഉഷാറാണോ? ഉഷാറായി പോണ്ട്. അൽഹംദുലില്ലാ. വീട്ടിൽ ആരൊക്കെ ഉള്ളേ? വീട്ടില് 3 മക്കളുണ്ട്. മക്കളൊക്കെ എന്താ വലിയ കുട്ടികളാണോ? വർക്ക് ചെയ്യാണോ? പഠിക്കാണോ? എന്താ ചെയ്യണേ? +2 ഉണ്ട്, രണ്ടാമത്തെ +1, മൂന്നാമത്തെ 3ാം ക്ലാസ്സില്. ചെറിയൊരു കുട്ടിയുണ്ട്. ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയി, മക്കളെല്ലാരും ഉണ്ട് അടുത്ത് അല്ലേ? അപ്പൊ നോമ്പൊക്കെ തുറക്കാൻ ഉണ്ടാക്കാനൊക്കെ എല്ലാരും കൂടും. ഉഷാറായിട്ട് പോണ്. ഇന്നെന്താ നോമ്പ് തുറക്കാൻ ഇന്നെന്താ ഉണ്ടാക്കണേ? അർപ്പിച്ചിട്ടില്ല. എന്നും പത്തിരിയാണോ? അല്ല, പലതും ഉണ്ടാക്കലുണ്ട്. മക്കളൊക്കെ എല്ലാരും ഉണ്ടാവുമ്പോ എന്നും ഒരേ കടിയൊന്നും പറ്റുണ്ടാവില്ല അല്ലേ? ഇല്ല. അങ്ങനെ പെരുന്നാൾക്ക് എന്താ ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവർക്കും? ഡ്രസ്സൊക്കെ എടുത്തു. അപ്പൊ പെരുന്നാളിന് ആയോ മതി. അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെന്നാ. മക്കം ഫത്ഹിന് ശേഷം മരണപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ആരാണ്? ചോദ്യം ഒന്നുകൂടെ. മക്കം ഫത്ഹിന് ശേഷം മരണപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ആരാണ്? ഓപ്ഷൻസ്: റുഖിയ റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ. റുഖിയ റളിയല്ലാഹു അൻഹ എന്നാണോ പറഞ്ഞേ? ഇത്താ റുഖിയ റളിയല്ലാഹു അൻഹ തെറ്റാണ്. സൈനബ് റളിയല്ലാഹു അൻഹ എന്നാണ് ശരിയായ ഉത്തരം. സാരല്ല, ഇനിയും വിളിക്കാം. മക്കളോടൊക്കെ വിശേഷം പറയാം. അസ്സലാമു അലൈക്കും. അല്ലാഹുവേ, നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നും നീ തന്നിട്ടുള്ള സൗഖ്യം അകന്നു പോകുന്നതിൽ നിന്നും ആകസ്മികമായി ഭവിക്കുന്ന നിന്റെ ശിക്ഷയിൽ നിന്നും നിന്റെ എല്ലാ കോപത്തിൽ നിന്നും നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു. അന്ത്യദിനത്തിൽ അള്ളാഹു സംസാരിക്കുന്നവരുടെയും ശുദ്ധിയാക്കുന്നവരുടെയും ക്ഷത്രിക്കുന്നവരുടെയും കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ.
ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിക്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി വീണ്ടും കാണാം. മഅസ്സലാമ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്.